ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നമുക്ക് 4 മണി ചായയുടെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഉഴുന്നുവടയും അതിന് വേണ്ടിയിട്ടുള്ളൊരു ചട്നിയും കൂടെയാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ 1 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇതൊരു 4 മണിക്കൂർ വരെ നമുക്ക് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിയെടുക്കാം. അത് കുതിർന്ന് വന്ന് ഞാൻ കഴുകിയെടുത്തതാണിത്. ഇതിന് നമുക്ക് മിക്സിയുടെ ജാറിൽ വെച്ചൊന്ന് അരച്ചെടുക്കാം. ഇത് ഞാൻ 2 പ്രാവശ്യമായിട്ടാട്ടോ അരച്ചെടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇതൊന്ന് അരഞ്ഞ് കിട്ടാൻ പാകത്തിന്. വെള്ളം കൂടി പോകരുത്. ഇത് അരച്ചെടുത്തതാണിത്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എല്ലാം ഇതുപോലെ അരച്ചെടുക്കണം. എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ല ക്രിസ്പി കിട്ടാനാണിത്. ഒരു നുള്ള് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് സോഡാപ്പൊടി ചേർത്താൽ ഇത് കൂടുതൽ സമയം റെസ്റ്റിനായി വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ മാവായി കിട്ടും. ഇനി നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. കൈകൊണ്ട് യോജിപ്പിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ സ്പൂൺ കൊണ്ടാണ് യോജിപ്പിച്ചെടുക്കുന്നത്. യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ മൂടി വെച്ചാൽ മതി. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു പകുതി സവാള ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഒരു 5 എണ്ണം മതി. ചെറിയുള്ളി ചേർത്ത് കൊടുത്താലും മതി. ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഒരു 2-3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഒന്ന് ചെറുതായി അരിഞ്ഞെടുത്തത്, ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഇതെല്ലാം കൂടെ ഒന്നും കൂടെ യോജിപ്പിച്ചെടുക്കാം. ഇതെല്ലാം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ഇതുപോലെ തയ്യാറാക്കി എടുക്കണം. കയ്യിലൊന്ന് വെള്ളം നനച്ചിട്ട് കയ്യിൽ ഇത് എടുത്താൽ മതി. ഒട്ടി പിടിക്കില്ല. ഇത് നമുക്ക് എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ വാഴയിലയിലും ചെയ്തെടുക്കാം കേട്ടോ. നായി വരട്ടെ. ഇതായി വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഓയിലോ വെളിച്ചെണ്ണ ഏതായാലും മതി കേട്ടോ പൊരിച്ചെടുക്കാൻ. ഇതായിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം. എല്ലാം നമുക്ക് ഇതുപോലെ പൊരിച്ചെടുക്കണം. അതിലേക്കൊരു ചട്നി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അതൊന്ന് വറുത്തെടുക്കണം. തേങ്ങ വറവായി വരുമ്പോൾ അതിലേക്കൊരു 5-6 ചെറിയ ഉള്ളി, ഒരു 3 വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് വാടി വരട്ടെ. വാടി വരുമ്പോൾ ഒരു 6 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതായി വന്നിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ ഒരു കടുകും 2 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കടുക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ഉഴുന്നുവടയാട്ടത്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഒരുപാട് സമയമൊന്നും ഇത് റെസ്റ്റിനും വെക്കണ്ട.
നല്ല ടേസ്റ്റാണ്. തയ്യാറാക്കി നോക്കണേ. ചട്നി ആയാലും നല്ല സൂപ്പറാണ് കേട്ടോ. ഇതുപോലെ ചട്നി നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണേ. വീഡിയോക്ക് ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ.